എലപ്പുള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കാനൊരുങ്ങുന്ന മദ്യക്കമ്പനിക്ക് വെള്ളം നൽകാനുള്ള നീക്കത്തിനെതിരെ പരാതി പറയാൻ ചെന്ന ബിജെപിക്കാരെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷം. കൽമണ്ഡപം വാട്ടർ അതോറിറ്റി ഓഫീസിൽ ബിജെപി പ്രവർത്തകർ കൂട്ടമായി എത്തിയതിനെ പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് പോലീസും ബിജെപി പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായത്. അടിമുടി ദുരൂഹതയുള്ള ബ്രൂവറിക്ക് വെള്ളം നൽകുന്നത് കുടിവെള്ളത്തെയും കൃഷിയെയും പ്രതികൂലമായി ബാധിക്കും. ഓരോ വേനലിലും കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെടുന്നത് മലമ്പുഴ ഡാമിനെ ആശ്രയിച്ചാണ്. യാതൊരു പഠനവും നടത്താതെയാണ് ഒയാസിസ് ബ്രൂവറിക്ക് വെള്ളം നൽകാൻ വാട്ടർ അതോറിറ്റി തീരുമാനിച്ചത്. ഇതിനു പിന്നിൽ വൻ അഴിമതിയുണ്ട്. നിഗൂഢമായാണ് ബ്രൂവറി കമ്പനിയുടെ ഫയലുകൾ നീക്കിയതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ഏത് തരത്തിൽ പോലീസിനെ ഉപയോഗിച്ചാലും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഇവിടെ മദ്യ കമ്പനി സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. വാട്ടർ അതോറിറ്റി വെള്ളം നൽകാൻ ഞങ്ങൾ അനുവദിക്കില്ല. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ ഈ കോമ്പൗണ്ടിനകത്ത് കയറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോയാൽ ഞങ്ങൾ അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ്. ഞങ്ങള് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടിട്ടേ പോകുള്ളൂ. എന്നാൽ വെള്ളം നൽകാനുള്ള ഉറപ്പ് വാട്ടർ അതോറിറ്റി നൽകിയിട്ടില്ലെന്ന വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരായ അജേഷും EN സുരേന്ദ്രനും പറഞ്ഞു. കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിന് 10 ലക്ഷം ലിറ്റർ വെള്ളം നൽകുന്നുണ്ട്. ഇതിൽ നിന്നും വെള്ളം നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചത്. എണ്ണ കമ്പനിക്ക് എഥനോൾ നിർമ്മാണമെന്ന ആവശ്യവുമായാണ് കമ്പനി അധികൃതർ എത്തിയതെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രസിഡന്റ് KM ഹരിദാസ്, ജനറൽ സെക്രട്ടറിമാരായ ഗോപാലൻ, വേണുഗോപാലൻ, AK ഓമനക്കുട്ടൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് C മധു, ജില്ലാ സെക്രട്ടറി M സുരേന്ദ്രൻ, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് N ഷൺമുഖൻ, BJP പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് ശശികുമാർ അയ്യപുരം, K ബാബു, രാജേഷ് ആലത്തൂർ, RG മിലൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിഷേധവുമായി വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത്. UTV ന്യൂസ്, പാലക്കാട്.